ഷീജ, കോൺഗ്രസ് തള്ളിപ്പറയുന്ന നിലപാട് പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി 6-7 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്. ഏത് രീതിയിൽ പിടിച്ചു നിൽക്കും കോൺഗ്രസ് എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ തലയിൽ മുണ്ടിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ, നാട്ടുകാരുടെ വെളിച്ചത്ത് നിന്ന് 4 വാക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു MLA ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. തീർച്ചയായും വിനിഷ, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഓരോ ഇടത്തേക്കും ഈ കോൺഗ്രസിന്റെ അതായത് കാൻഡിഡേറ്റ്സ് തന്നെ, സ്ഥാനാർത്ഥികൾ തന്നെ വോട്ട് ചോദിച്ച് എത്തുമ്പോൾ ഓരോ വീടുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിൽ തിരിച്ചടിയാകുന്ന പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ചില നേതാക്കളെങ്കിലും സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ മറ്റു ചിലർ പരസ്യമായി ഇത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഇത് വലിയ തോതിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോ പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല. അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ സംരക്ഷണം ഇപ്പോഴും രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും എന്തെങ്കിലും ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഇവരോട് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് നടപടിയെടുത്തതാണ്. ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ പോലീസിൻ്റെതാണ്, സർക്കാരിൻ്റെതാണ് എന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരു MLA, ഒരു ജനപ്രതിനിധിയാണ് ഈ ഒളിവിൽ പോയി 6 ദിവസമാകുന്നത് എന്നുള്ള കാര്യത്തിൽ ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് ഞങ്ങളുടെ MLA ഒന്നും ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളൊരു മറുപടി നൽകി മാത്രമാണ് അവർ തടിതപ്പുന്നത്. പക്ഷേ ഇത് വലിയ തോതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ അതിലുള്ള ഒരു അതൃപ്തി ഇതിനകം തന്നെ കോൺഗ്രസിനെ അറിയിച്ചിട്ടുമുണ്ട്. വിനിഷ.